ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് വിത്ത് ഫാമിലിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, ഇന്ന് നമ്മളൊരു വള്ളം യാത്രയ്ക്ക് പോകണം കേട്ടോ. അതായത് ഉമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം. ഉമ്മായും ഞാനും സനിയും കൂടെ ജസ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രിപ്പ് എന്ന് വേണം പറയാൻ. ഞങ്ങൾ ജസ്റ്റ് ഉമ്മയുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും മാമയുടെ ഫാമിലിയും ഇത്താടെ ഫാമിലിയും എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി ഗൈസ്. അപ്പോൾ നമ്മുടെ സ്വന്തം മാമ ദാണ്ടെ പ്ലാൻ ചെയ്ത ഒരു വള്ള യാത്രയാണ് കേട്ടോ. വെക്കേഷൻ ടൈം കൊണ്ട് ഉണ്ടായിരുന്നു, പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചാണ് ഫാമിലിയൊക്കെ മാളി നിൽപ്പുണ്ട് കേട്ടോ. അവർ നമുക്ക് യാത്ര അയക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ടാറ്റാ ബൈ പറഞ്ഞ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് കൂടെ ചെയ്തേക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ വള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതായത് ഇത്ര ഒരു ഗ്യാപ്പിനിടയിൽ കൂടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇറങ്ങുന്നത്. ഹായ്, ഇതാണ് മാമയുടെ ഫാമിലി എന്ന് പറഞ്ഞില്ലേ, അത് മാമ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പേഴ്സണലായിട്ട് കാണുമ്പോഴാണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഞാനൊരു ഫാമിലി പേഴ്സൺ ആണോ അല്ലയോ, ഫുൾ ഫാമിലി വ്ലോഗാണല്ലോ കാണുന്നതെന്ന്. അപ്പോൾ മെയിനായിട്ട് എനിക്കൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എൻ്റെ വ്ലോഗ്സും കൂടുതലല്ല ഓൾമോസ്റ്റ് എല്ലാ വ്ലോഗ്സും ഞാൻ ഉമ്മയുടെ ഫോണിലാണ് എടുക്കുന്നത്. അത് എൻ്റെ ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പം ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ വ്ലോഗ്സും ഉമ്മയുടെ ഫോണിൽ തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പം കൂടുതൽ ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗെദർ ഫാമിലി ഇങ്ങനെ കുഞ്ഞു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴായിരിക്കും വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വ്ലോഗും ഫാമിലി വ്ലോഗായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഫാമിലി പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ ആണ് ഗൈസ്, ഞാൻ ഒരു ഫാമിലി പേഴ്സൺ ആണ്. ഫാമിലിയുടെ പോകുമ്പം പ്രത്യേക ഒരു വൈബ്, പിന്നെന്താ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പം വേറെ പ്രത്യേക വൈബ്, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ വള്ളം തുഴയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി തുഴയുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ നമ്മളെല്ലാവരും ഇല്ല ഗൈസ്. അപ്പം കുറച്ച് ശക്തിയൊക്കെ ഉള്ളവർ മാറി മാറി തുഴയാന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇത് ഓടിക്കുന്ന ഈ മെയിൻ ആളില്ലേ, ഓണർ, ആ മാമ ഈ ഇങ്ങനെ വലിയ സംഭവം വെച്ചിട്ട് ഇങ്ങനെ കുത്തി അത് കുറച്ചും കൂടെ സ്പീഡിന് നന്നായിട്ട് വെള്ളം പോകും കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഇരിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് ഐറ്റംസും വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3:30 ഈവനിങ് ഒരു 3:30 ടൈമിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 3 hours അത്രയൊക്കെ ഉദ്ദേശിച്ചുള്ളൂ. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവിതളിൽ മധുരം പകരാൻ, മുത്തുമണിമാല തരാം, അല്ലിമലരാള തരാം. ആ കത്ത കേട്ടതാ അത് നെല്ലടി അറവാട്ട് നില ഒരു അടിപൊളി പാട്ടുണ്ട്. പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം, പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അല്ല മീനാണ്. കാക്ക ചൂണ്ട ഇരിപ്പുണ്ടാക്കുക. തീർന്ന പാട്ട് ഇനിയുണ്ട്. നില്ല് എത്ര ദൂരത്തിൽ അതറിയാത്ത എങ്ങോട്ട് തിരിക്കുവാന്നാ നിങ്ങള് ലൊക്കേഷൻ പറയണ്ടേ? എനിക്ക് അങ്ങനെ ഇതിന് ലൊക്കേഷൻ ഉണ്ട്. ഇത് ഡ്രൈവിംഗ് നിങ്ങൾ പറയുന്ന കണക്കല്ലേ. ക്ഷമിച്ചേട്ടത്തെ 10 ദിവസം ഇതിനകത്ത് കൊണ്ടിട്ടാ ജിമ്മാവും. ക്ഷമിച്ചേട്ടത്തി ആണെങ്കിൽ ഇവരെയും കൂടെ കൂട്ടിന് വിളിച്ചോ. അങ്ങോട്ട് പോകും. അത്രയും സീറ്റ് വെറുതെ ഞങ്ങളെ കയറ്റോ? ഇത് തുടർന്ന് മടുത്ത്
അതാണ് ഇത്തിരി കൂടെ സ്പീഡ്. അവരെ റിസോർട്ട് ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് ഒരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടി. ഇപ്പോൾ ഇതിലൂടെ കാണുമ്പോൾ എത്രത്തോളം വൈബാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ പൊക്കോട്ടിരുന്നപ്പോഴത്തേക്കും നമ്മളൊരു പാമ്പിനെ കണ്ടു കേട്ടോ. ഭയങ്കര സ്പീഡിനാണ് അത് പോയത്. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്ലോ മോഷൻ ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. സ്ലോ മോഷൻ ഇട്ടപ്പോഴാണ് ഗൈസ് ഞാനും തന്നെ കാണുന്നത്. പെട്ടെന്ന് ആ ഒരു ടൈമിൽ പെട്ടെന്ന് അങ്ങ് വീഡിയോ എടുത്തു, നമ്മൾ ഇട്ടു അങ്ങനെ. പിന്നെ അത് തിരിച്ച് കുറച്ച് നേരം നമ്മൾ താഴെ ഇരുന്നു കേട്ടോ. മാറി മാറി ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മാറി മാറിയൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ എന്താ നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷേ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ലാസ്റ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മളൊരു 4 hours കൂടുതൽ ഇരുന്നു കേട്ടോ. അപ്പോൾ 4.5 hours എന്നെങ്കിലും പറയാം. അപ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു ഗൈസ്. എന്നുവെച്ചാൽ നമ്മളെന്താ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു ഫീലായിരുന്നു ഗൈസ്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ബനാന റൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ആ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്, മാംഗ്രൂവ് വില്ലേജ് അഡ്വഞ്ചേഴ്സ്. അത്യാവശ്യം എല്ലാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. നമുക്ക് ഈ പുറത്ത് നിന്ന് കണ്ട് ആ ഒരു ഇത് വെച്ചാണ് ഞാൻ പറയുന്നത്, പോയിട്ടില്ല. പിന്നെ കുഞ്ഞു ഹട്ടും എന്തോ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു വൈബിൽ ഒരു സംഭവമുണ്ട്, കുഞ്ഞ് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങളതിനെ വിചാരിക്കുമായിരിക്കുമല്ലേ ഞങ്ങളെ ഒരു സെക്യൂരിറ്റി മീൻസ് മറ്റുള്ള വാട്ടർ ഗാർഡോ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോകുന്നത്. അത് അറിഞ്ഞൂടെ കേസ്, നമുക്ക് തന്നെ അറിഞ്ഞൂടെ എന്താ നമ്മളങ്ങനെ പോകുന്നത്. ഒരു വിശ്വാസം അതല്ലേ ഇല്ല. പിന്നെ കുറേ ഈ ബ്ലാക്ക് കളർ കണ്ടോ, അത് ഫുൾ ബാറ്റ്സ് ആണ് കേട്ടോ, വവ്വാല്. പിന്നെ കുറേ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കുറേ അടിപൊളി ഈ സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ, ഇതെനിക്ക് തോന്നുന്നു ഇവർ വലുതായിട്ട് ഒന്നും ഫോഴ്സ് ചെയ്തൊന്നും അല്ല ഗൈസ് ഈ തുഴയുന്നത്. ജസ്റ്റ് ആ ഒരു ബോട്ടിൻ്റെ സ്ട്രക്ചറും പിന്നെ ആ ഒരു തുഴയുന്നതിൻ്റെ എന്തുകൊണ്ടായിരിക്കും ഭയങ്കര സ്പീഡാണ് കേട്ടോ അവരുടെ. അപ്പം നമ്മൾ ഒരു നിമിഷം അതിൽ നിന്ന് ആലോചിച്ചു ഗൈസ്, ഇതൊന്ന് പെട്ടെന്ന് പോയായിരുന്നെങ്കിൽ. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഒരു 6:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജും കാര്യങ്ങളും എല്ലാം തീർന്നു. എല്ലാവരും അത്യാവശ്യം ക്ഷീണിക്കാനൊക്കെ തുടങ്ങി. ആ ഒരു ടൈമിലാണ് ഗൈസ് വേറൊരു അടിപൊളി വ്യൂ കണ്ടത്. ഇത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾക്കിത് എനിക്കറിഞ്ഞൂടാ ഫോട്ടോസ് ഈ ഒരു വ്യൂ ഗൈസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമൊക്കെ എത്തിയപ്പോഴത്തെ അത്യാവശ്യം ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു. നമ്മളിത് പ്ലാൻ ചെയ്യാതെ വന്നുകൊണ്ട് തന്നെ ഫോണിന് ചാർജോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഒരു ആ ഒരു മാമയെ കണ്ടില്ലേ, മാമ ഒരു കുഞ്ഞി വ്ളോഗറാണ് ഗൈസ്. അപ്പോൾ മാമ കുറച്ച് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളി മാംഗ്രൂവ്സിൻ്റെ ഇടയ്ക്കൂടെ അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ കായലിൻ്റെ നടുക്കാണ്, ഒരു രക്ഷയുമില്ല. ഞങ്ങളുടെ ക്യാപ്റ്റനാണെങ്കിൽ ലെക്ക് ഇട്ട് തുഴയാണ്. ദൂരെ വെട്ടമൊക്കെ കാണുന്നുണ്ട്, ഒരു രക്ഷയുമില്ല. അത് മാറിക്കോളും, നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ചെല്ലുമെന്ന ശുഭപ്രതീക്ഷയുണ്ട്. എത്തിക്കഴിഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും.